ഗായ്സ് നിങ്ങൾ കാണുമോ ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന്. ഞങ്ങളിവിടെ ഒരു ഷട്ടിൽ കോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ആകാശ് കുഴിമടിയെ മല ചമക്കുന്നു പറയുമ്പോൾ തുളസി ചുമന്നുകൊണ്ട് പോവുകയാണ് ഗായ്സ്. വിഷ്ണുവിന്റെ നെയ്യ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മള് തൃശ്ശൂരിന്ന് മേശ്ശേരി ഇറക്കിയിട്ടുണ്ട്. ആകാശ് മേശ്ശേരി കണ്ടറാക്കിതാ പോണ്. എല്ലാം മാറ്റം ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കണം. ഗൈസ് കഷ്ടപ്പെടുകയാണ് ഗൈസ്. വേറെ സംഭവമാണ്. ദേഹം പണിയാണ്. വേറെ സംഭവമാണ്. ഗ്ലോസോയുടെ അഭിമാനതാരം. വയ്യ അനങ്ങണില്ല. എടാ കുനിയടാ. അവിടെ ഇടും. നിനക്ക് അതിനുള്ള ബുദ്ധിയേ ഉള്ളു. ബാറ് കയറണോടാ. ബാർ അറിയണം. തമിഴ്നാടൊക്കെ അറിയണം അല്ലേ? നീ തിന്നടാ ഇങ്ങനെ. അത് ടേസ്റ്റ് ഉണ്ടോ? ഇടുന്നോ ഒന്നോട് തിന്ന് നോക്കാം. മധുരം കാണുമെന്ന് പറയുന്നു ഗൈസ്. ഇവിടെ തോണ്ടി വരിക്കാൻ വേണ്ടി കിടക്കുന്ന JCB ആണ്. കണ്ടോ? ഇത് ഞാനാണ് ഈ മിക്കവാറും ഓട്ടിക്കുന്നത്. അയ്യോ അത് JCB അല്ല, അത് വേറെ. മറവത്തീരെ ദിവ്യ വണ്ടി തോണ്ടിക്കുന്നു. ദിവ്യ വണ്ടി ചിരിക്കാറില്ല, ചിരിക്കൂല. ദിവ്യ വണ്ടി പിണങ്ങി പോണ്. മരുത്വ മല കൊണ്ടുപോകും. എങ്ങോട്ടാണോ? படி எடுக்க മാമൻ തന്നെ പിഴണം. വീഴ്ത്താനെടുത്ത് പറഞ്ഞു പിഴ വലിച്ചു നോക്ക്. ഉണ്ടെങ്കിൽ എടുത്തോ. പറയണ്ടല്ലോ വലിച്ചു. വീഡിയോ എടുത്തോടാ. അവിടെ കച്ചെടുക്കണം.
കൊണ്ടോടി ചവിടി എടുക്കും. അല്ല ഇവിടെ മാറിക്കൊടു. ചൂടുവെള്ളം നോക്കിയോ ഒരു ഗ്ലാസ് എടുത്ത് വെളിയിൽ വേടാ കുറച്ച് നേരത്തേക്ക്. അത് വരൂല. ഓ സുഹൃത്തെ, പല ഇപ്പൊ നമ്മളെ ടേബിൾ ഉണ്ട് എല്ലാം യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി. അപ്പൊ അമ്മ ഫ്രണ്ടിലോട്ട് പോണം. നമ്മൾ അവിടെ വാതിൽ പോകണമെന്നില്ല. Open the door. Akash. രണ്ട് കല്ലെടുത്ത് വയ്ക്കണം, എന്നാലും പൊക്കം കിട്ടും. പൊക്കം വേണ്ട, മതി 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 മതി. ഓ ഇവിടെ എടുത്തെറിയില്ല. അയ്യോ നമ്മൾ കേരള ബന്ദ് ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. നല്ലൊരു ഞായറാഴ്ച അല്ലല്ലോ, ഇന്നത്തെ എന്തോന്ന് ആഴ്ചടാ? ഇന്ന് നല്ലൊരു വെള്ളിയാഴ്ച ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നു. എന്തോ ആഴ്ച ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, ഞങ്ങൾ ഇന്നൊരു നാടൻ ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്ന ഒരു പരിപാടിയാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാനല്ല, പെട്ടെന്ന് തോന്നി അങ്ങ് ചെയ്യുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സഹകരിക്കണം. സാർ അയ്യെന്നൊക്കെ പറയുന്നത് സാറിൻ്റെ കൊടുക്കൂതാ. എന്ന് നമുക്കൊരു പണിമുടക്ക് കിട്ടി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പണിമുടക്ക് ഒരു ഹോളിഡേ ആണല്ലോ. ആ ഹോളിഡേ ഞങ്ങളും ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ആരോഗ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം ഞങ്ങളൊരു ടെന്നീസ് ഷട്ടിൽ കോർട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ക്രിക്കറ്റും കളിക്കുക. അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അവിടെ നമ്മൾ JCB ഒക്കെ കയറ്റി നിരത്തി. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ ആ JCB നിരക്കുന്ന സമയത്ത് പൊടിയായത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കോഴിക്കോടുണ്ട്, ഞാൻ കാണിച്ചിട്ട് അവിടെ നിന്ന് 2 കോഴികളെയൊക്കെ പിടിച്ച് കോഴിയൊക്കെ വെട്ടി ഇതിനകത്ത് കിടന്ന കോഴികളാണ്. ഇനിയുണ്ട് ഇതിനകത്ത്. ജസ്റ്റ് ക്യാമറമാൻ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കും. ഈ കോഴികളിൽ 2 നാടൻ കോഴികളാണ്. ഒരുപാടുണ്ടായിരുന്നു. ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വെട്ടും. അപ്പോൾ അങ്ങനെ വെട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് പാചകം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് കൊണ്ടുപോയി. കാര്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്ഥലത്ത് നിന്നൊരു 3 കിലോമീറ്റർ തമിഴ്നാടാണ്. അവർ ഹർത്താൽ അറിഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളാണ് അവരുടെ അടുത്ത് പറഞ്ഞത് ഹർത്താലാണെന്ന്. അവർ അതെന്ത് സാധനമാണ് നമ്മൾ ചോദിച്ചത്. കുഴപ്പമില്ല, വരൂ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ മൊത്തം കാടായിരുന്നു, ഈ ഏരിയ മൊത്തം. ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് മൊത്തം നമ്മളിപ്പോൾ കോർട്ടിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പാചകം ഇവിടെ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് തന്നെ മരിച്ചിനെയൊക്കെ പിഴുതുകൊണ്ട് വീട്ടിൽ നിന്ന് ആവശ്യം. അപ്പോൾ ചിക്കൻ കറി ഇവിടെ വയ്ക്കാന്നുള്ള രീതിയിൽ ആകാശം ഇവിടെ വിറകൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീത്ത് കത്തിക്ക് മൂർച്ച കൂട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ കളിസ്ഥലം. നല്ല സ്പേസ് ഉണ്ട്, നന്നായിട്ട് ഷട്ടിൽ അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിനി ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് രാവിലെയും രാത്രിയും കളിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പാത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
സവാള, നാരങ്ങ, ഇങ്ങനെ ആവശ്യമുള്ള ശ്രീത്താണ് ഇതിൻ്റെ കുക്ക്. ചിക്കന് വെട്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം ഉണ്ട്. അവിടെ അടുപ്പ് റെഡി ആവുന്നുണ്ട്. ഒരു പഴയ 10-15 വർഷം പഴക്കമുള്ള ഒരു അടുപ്പ് കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മളത് ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഇവിടെ കുറച്ച് തണലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇട്ട് പാചകം ചെയ്യാന്നുള്ള രീതിയിലാണ്. ശ്രീത്താണ് ഷെഫ്. ശ്രീത്താണ് ഷെഫ്. അപ്പോൾ തിരക്കിലാണ്. ഓക്കെ, ആകാശാണ് അടുപ്പൊക്കെ റെഡിയാക്കുന്നത്. ആകാശ് എന്തായാലും ഹലോ, നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. അച്ഛനത്ര എന്നാ ബന്ധാണ് നമുക്ക്. എന്ത് ബന്ധ്? നല്ല നാടൻ കോഴിയാണ്, മുട്ടക്കോഴിയാണ്. കോഴിയുടെ മുട്ടയൊക്കെ ഇതിനകത്തുണ്ട്. നന്നായിട്ട് കഴിവണം. അപ്പം അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഒരു അടിപൊളിയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പച്ച നെറ്റൊക്കെ കിട്ടി ഫുൾ മറച്ചെടുത്തിട്ട് ഫുള്ള് ലൈറ്റ് ഒരു സോളാർ പാനലുണ്ട്. അപ്പോൾ ഞങ്ങൾ ആൾറെഡി ഒരു സോളാർ പാനൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ല. നമുക്ക് കാണിച്ചിരിക്കും. നമുക്ക് ചെറിയ റൂമുണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങൾ അതിനകത്തൊരു ബാറ്ററി ഒക്കെ വെച്ചിട്ട് കറണ്ട് എടുക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അടിപൊളിയായിട്ട് ചിന്തിക്കുന്നത്. ഇവിടെ കാര്യങ്ങളെല്ലാം വേറിങ്ങിനും ഉള്ള കാര്യങ്ങൾ പൈപ്പ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കിയുള്ളൂ. ഇനിയിപ്പോൾ സ്ട്രക്ചർ അടിച്ച് സോളാർ പാനലൊക്കെ കയറ്റണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വയ്ക്കുന്നതിലോട്ട് പോവാം. ചിക്കൻ വെച്ച് ഫുഡ് കഴിക്കുന്നതിലോട്ടൊക്കെ പോവാം. അപ്പം ജസ്റ്റ് ബൈ ബൈ. വെള്ളം നിറച്ച് കളയാൻ ഇല്ലാത്ത സമയത്ത് വെള്ളം കളയിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പാചകം തുടങ്ങാൻ പോവാണ്. ഇഞ്ചിയും വെളുത്തുള്ളി എണ്ണയിലേക്ക് ഇടുകയാണ്. കൂടെ പച്ചമുളകും. ഇത് നന്നായിട്ട് വയലണം. നാടൻ ചിക്കനാണ്, നാടൻ പെരട്ടാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ സ്പേസിൽ വെച്ച് നമ്മുടെ ആദ്യത്തെ പാചകമാണ്. അറിഞ്ഞില്ല, അത് അരിഞ്ഞില്ലെന്ന്. അതെ, അത് പോലീസുകാരന് ഒരു അബദ്ധം പറ്റും. ചെറിയുള്ളും കൂടെ തുളിച്ച് ചേട്ടാ, ചെറിയുള്ളി ഞാൻ ഇടണ്ടേ? അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റണം. ക്യാമറമാൻ നോക്കും, അടി പിടിക്കാൻ പാടില്ല. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപാര സ്മെല്ലാണ്. ഓപ്പൺ എയറിൽ പാചകം ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. നല്ല മണം, നല്ല മണമുണ്ട്. വല്ലാത്ത വാസന. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാസവന്റെ വാസന. ഓർമ്മിക്കുമോ പാട്ട് അന്താക്ഷരി കൂടെ കയറി കളിച്ചാലോ അതിന്റെ കൂടെ. അതാ ഒരുത്തൻ കാറിൽ കമന്ന് കിടന്നു. മാന്യമായിട്ട് സംസാരിക്കണം. എല്ലാവരും മാന്യമായിട്ട് സംസാരിക്കുക. നമ്മളെ പ്രേക്ഷകർ ലക്ഷങ്ങൾ കാണുന്ന പ്രേക്ഷകർ ഒരു പരിപാടിയാണ്. 2000 പേരെ കൊണ്ട് 2000 പേരില്ലേട്ടോ സബ്സ്ക്രൈബർ. ഈ വീഡിയോ കാണുമ്പോൾ നോക്കിയോ, 1 മില്യൺ. നമ്മളൊരു മില്യൺ അടിക്കാനുള്ള ചാൻസിലാണ്. അവർ നമ്മളെങ്കിലും അടിക്കും. നമ്മളെ ടെന്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ വിഷ്ണു. ടെന്റിയെ കാണിക്കാനല്ലേ, ടെന്റ് കാണിച്ചു കൊടുക്കൂ. ടെന്റാണ്, വെയിലത്തുനിന്ന് വളരെ ആശ്വാസം കിട്ടുന്ന ടെന്റാണിത്. ഗോപാൽ സാറിന് വേണ്ടി നമ്മൾ ഇന്നത്തെ പാചകം ഡെഡിക്കേറ്റ് ചെയ്യണം. ഇത് കട്ട് ചെയ്യണേ. ഓക്കെ, ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുരുമുളക് ചതച്ച് കഴിഞ്ഞു. അടുപ്പില് നല്ല തീയുണ്ടോ നോക്കൂ. കുരുമുളകിന്റെ പുറത്ത് അതൊന്നും വിഷയമില്ല. നല്ല ഗോൾഡൻ കളർ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി. ഒന്നാമത് ഉരുളിയുടെ അടിയിൽ കട്ടിയില്ലാത്ത കാരണം ചെറിയ ഉള്ളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതാ വിഷ്ണുവാണ് നന്നായിട്ട്, നല്ല തീയുണ്ട്. വിഷ്ണു നന്നായിട്ട് വയറ്റാണ്. ഇത് നമുക്ക് നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല ചുമന്ന്, അതായത് ഒരു ഗോൾഡൻ കളറിൽ ഇത് കിട്ടണം. അപ്പോഴാകുമ്പോൾ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. ഇഞ്ചി ഉള്ളി നമ്മൾ അതേപോലെ വഴറ്റിയിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകും എല്ലാം ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടെ അതേപോലെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ അങ്ങനെ വരണം. അപ്പോൾ ഓപ്പൺ എയറിലെ കുക്കിംഗ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവമാണ്. അത് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഓക്കെ, ഞങ്ങള് വല്ലപ്പോഴും കിട്ടുന്ന ഒഴിവ് ദിനമാണ്. അത്രയും ടൈറ്റ് അവധി ദിവസം എൻജോയ് ചെയ്യുക. ഈ ഹർത്താലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കോമൺ അവധിയായിട്ട് കിട്ടുള്ളൂ. ഞായറാഴ്ച പോലും അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ വിഷ്ണു ചിലപ്പോ ഇപ്പൊ ഗ്രില്ലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീരെ കാടില്ലേ. കാരണം വീട്ടില് അവനൊരു ഹോട്ടലുണ്ട്. അവിടെ ഒരു പപ്പടം പൊരിക്കാൻ പറഞ്ഞാൽ പപ്പടം പോലും പൊരിക്കാത്ത അവനാണ് ഇവിടെ വന്നിട്ട് ഉള്ളി. ഈ വീഡിയോ അവന്റെ അമ്മയ്ക്കും അച്ഛനും ഡെഡിക്കേറ്റ് ചെയ്യണം ഞങ്ങള്. ഇത് കണ്ടിട്ട് മിക്കവാറും അവരെ കടയിൽ അടുത്ത ദിവസം അടുത്ത ഷെഫ് കടയിലാകും. നമ്മൾ ജോലി എന്ന് പറഞ്ഞുവിടും. ഇവൻ അടുത്ത ഷെഫ് അവിടെയാണ്. അല്ല പറഞ്ഞുവിടില്ല.
അവധിയുള്ള സമയങ്ങളിൽ നീ chef ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ആ ഒരു സൗണ്ട് കേൾപ്പിക്കേ, മലയാളം പറ. നന്നായിട്ട് വരളട്ടെ. അരുത് കുതിരേ, മുദ്രരുത് കുതിരേ. അങ്ങനെ പറയാൻ പാടില്ല. മുട്ട നല്ല വേർതിരിക്കുകയാണ്. എന്തോ പണിയെടുത്തെന്നാണ് നമ്മള് ആൾക്കാരൊക്കെ കുരുമുളകൊക്കെ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മുഴുവൻ കുരുമുളക് തന്നെ ചതച്ച് പൊട്ടിച്ചിടുക എന്നുള്ളതാണ് അതിന്റെ ടേസ്റ്റിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് വേണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മളെ ടെന്റൊക്കെ ഉണ്ട് ഇവിടെ. ടെന്റ് ഒന്ന് കാണിച്ചു കൊടുക്കും ഫ്രീ. ടെന്റിന്റെ കൂടെ എന്റെ വണ്ടിയും കൂടെ കണ്ടോളൂ. എന്റെ കൂടെ എന്റെ വണ്ടി ഹോളിഡേ ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അടിപൊളിയാണ്. നമ്മുടെ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി നല്ലൊരു ടെന്റും ഒരു മേശയും തന്ന ഗോപാൽ സാറിന് എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടും അറിയിച്ചുള്ളൂ. സാറിന് നന്ദിയും കടപ്പാടും അറിയിച്ചോളുന്നു. പിന്നെ എന്റെ ഒരു ഗാനം കൂടെ ആയിക്കോട്ടെ. മക്കളിൽ ഞാനാണു പ്രാന്തൻ, 12 രാശിയും മറ്റേ ചൈൽഡ് ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും യൂട്യൂബില്. ഓ, ചൈൽഡ് ഹറാസ്മെന്റ് അല്ലേ? അത് വേണ്ട, അത് സോറി. കുട്ടികളെ ഞങ്ങൾ അനിമൽസിനെ അങ്ങനെ ചെയ്തോണ്ടല്ലേ. വികലാംഗരെ, ഹാൻഡിക്യാപ്സിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അയ്യോ, കല്ലെടുത്തെറിഞ്ഞു ഹാൻഡിക്യാപ്പ്, കല്ലെടുത്തെറിഞ്ഞു മുട്ട, കിന്തരിക്യാപ്പ്, ഹാൻഡിക്യാപ്പ്. നമ്മുടെ വഴിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മളെ വഴിയൊക്കെ ഇത് ധനുവച്ച ഊരാണ്. ഈ ഊരിലെ മൂപ്പൻ ഇവിടെ ഇല്ല. പകരം നമ്മൾ ആ ഒരു വീട് കയ്യേറി. സൂര്യകാന്തി പൂവുണ്ട, സൂര്യകാന്തി പൂവ്. ഇതാണ് നമ്മൾ ഷട്ടിൽ കോർട്ടിന് വേണ്ടി പ്ലാൻ ചെയ്ത സ്ഥലം. വെയിലായതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ പാചകം ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് പണികളുണ്ട് ഇവിടെ. നമുക്ക് ലൈന് റെഡിയാക്കണം, നടുക്ക് പൈപ്പ് വയ്ക്കണം, നെറ്റ് കെട്ടണം, നാളെ തൊട്ട് രാവിലെ കളി തുടങ്ങണം, ഒരുപാട് കയറെല്ലാം കെട്ടി തിരിക്കണം, കുമ്മായൊക്കെ അടിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിലായതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാനുള്ള ഐഡിയ ആണ്. അത് നമ്മൾ ആലോചിക്കാം. ഓക്കെ, വിഷ്ണുവിന് പോകണമെന്നാണ് പറയുന്നത്. ഈ BP കൂടുതലുള്ള ആൾക്കാർ അങ്ങനെയാണ് ചില സമയങ്ങൾ. പക്ഷെ നമ്മളത് BP എന്ന് പറഞ്ഞാൽ ഭാര്യ പേടി 100% പേടി. ആ BP അല്ല, ഭാര്യപ്പേടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്ന് തള്ളി വെച്ചെടുത്ത അടുപ്പിന്റെ വെളിയായി ഇന്ന് ഇതിനകത്ത് മറിഞ്ഞു വീഴും തോന്നുന്നു കേട്ടോ. നല്ല കിടുക്കാച്ചി നാടൻ കോഴി. വാവ്, നമുക്ക് ഇറച്ചി വെട്ടിയപ്പോൾ കിട്ടിയ ഒരു മുട്ടയാണ്. ഇത് നമ്മൾ കറിയിൽ പൊട്ടിച്ചിടും. ഈ മുട്ട കൂടെ ഒന്ന് പ്രത്യേകിച്ച് കാണിക്കും ഫ്രീ. ഇത് കോഴിയെ കൊന്നപ്പോൾ കിട്ടിയ, പറയല്ലേ, അല്ല, കോഴിയെ ഞങ്ങൾ ഡ്രസ് ചെയ്തപ്പോൾ കിട്ടിയ മുട്ടയാണ്. നല്ല മുട്ട, ഇന്ന് ഇടാനുള്ള മുട്ടയായിരുന്നു. അതിന് മുമ്പേ നമ്മൾ അതിനെ പിടിച്ച് ഡ്രസ് ചെയ്തു. കോഴിയില്ല, തന്നെത്താൻ ആത്മഹത്യടാ. സ്വന്തം കടയിൽ ഒരു ദോശ പോലും ചൂടാത്ത ഒരുത്തനാണ് ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കണ, കിളച്ചോണ്ടിരിക്കണത്. ഇത് കിട്ടില്ല ലൈറ്റ് ഇടേ. അരേ വാ, ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. വിഷ്ണു നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കുന്നുണ്ട്. പാചകം അവന് ഒരു എന്താ പറയാ, ഒരു വികാരമാണ് അവന്റെ. പാചകമല്ല, നമ്മൾ അരിഞ്ഞിട്ട് കിണ്ടുന്നു, അത്രേ ഉള്ളൂ. അത് നീ പിടിക്കും, കാണിച്ച എല്ലാം റെക്കോർഡാണ്. നാളെ നീ ഫേമസ് ആവും. തൃശ്ശൂർ റൗണ്ടിൽ നിന്നെക്കാത്ത ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. തൃശ്ശൂർ എന്താണ് പറയാനുള്ളത്? ഹർത്താൽ എങ്ങനെയുണ്ട്? സർക്കാർ സ്പോൺസേഡ് ഹർത്താൽ എങ്ങനെയുണ്ട്? ഗോപാൽ ശങ്കറിന്റെ ഹർത്താലിന് ഞങ്ങൾക്ക് നല്ലൊരു അവധി തന്ന ഗോപാൽ സാറിന് എന്റെ ഹൃദയമായ രീതിയിലും കുടുംബത്തിന്റെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലും ഫ്രീദിന്റെ പേരിലും ആകാശിന്റെ പേരിലും വിഷ്ണുവിന്റെ പേരിലും നീതുവിന്റെ പേരിലും ഫരിതയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പഞ്ചായത്ത് ഫുള്ള് നന്ദി രേഖപ്പെടുത്തുന്നു. അതാ അവന്റെ ചിരി കിളക്കെ. എന്റെ വണ്ടി കണ്ടുള്ളൂ സുഹൃത്തുക്കളെ. ശരി, നീ കട്ടി. ഇത് അതിൽ തന്നെ ഉണ്ടായിരുന്ന മുട്ടയുടെ, ആ കോഴിയുടെ മുട്ട അതിൽ തന്നെ തീരട്ടല്ലേ? ആ മുട്ട ആ കോഴി തന്നെ തീരും. ആനമുട്ടയല്ല, ചിക്കൻ കണ്ടല്ലേ കിട്ടാറുണ്ട്.
കിണ്ടിക്കോ അങ്ങനെ തന്നെ പഠിക്കണം. എടാ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഉള്ളിയിൽ നല്ല രീതിയിൽ നോക്കിയിട്ട് കിട്ടാൽ മതി. പ്രീത ഉപ്പിട്ടില്ല. സിനിമാറ്റിക് എടാ തിരിച്ചറാ. സോറിയാ. നാടൻ പെരട്ട് ഏകദേശം നല്ല രീതിയിൽ വൈൻഡ് വന്നിരിക്കുന്നുണ്ട്. അത് നാടൻ കോഴിയുടെ നെയ്യെല്ലാം ഇറങ്ങിയിട്ട് ഞങ്ങൾ എണ്ണ വളരെ കുറച്ച് മാത്രമാണ് ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളത്. പക്ഷെ വളരെ അതിന്റെ കളറൊക്കെ കണ്ടോ, എന്താ ഒരു രീതി നോക്കിയേ, കളർ ഊറി ആ നെയ്യൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ, എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. വല്ലാത്തൊരു വാസനയുണ്ട്, ഒരു രക്ഷയില്ല, ഭയങ്കര ഇതാണ്. അപ്പോൾ ഞങ്ങളത് കഴിക്കാറായി, ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി ഇനി അത് വയറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. വളരെ ശ്രീത്താണ് അത്രയും പാട് വിട്ട് ആ തീയുടെ ചൂടിലും ഈ വെയിലിന്റെ ചൂട് ഇരുന്നത് വയ്ക്കുന്നത് ആ ഒരു സമ്മതിച്ചെടുക്കാൻ പറ്റും. ഈ പാചകത്തിനോടൊരു പാഷനുള്ള ആൾക്കാർക്ക് മാത്രമേ അതങ്ങനെ ചെയ്യാൻ പറ്റൂ. വളരെ നല്ല രീതിയിലാണ് അത് കണ്ടോ, ഓരോരോ പീസ് എന്താ നല്ല രീതിയിൽ. അതായത് നാടൻ, ഞങ്ങൾ കുക്കറിൽ ഒന്നും ഇട്ട് വേവിക്കാതെ വെറും തീയിൽ ചൂടിൽ ഇങ്ങനെ ഇട്ട് വയറ്റി അതിന്റെ നെയ്യൊക്കെ ഇളവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ടെന്റ് കെട്ടിയത്. വളരെ ആശ്വാസമായി പോയി കാര്യം. നല്ലൊരു വെയിൽ, ഉച്ചയായപ്പോൾ നല്ല വെയിൽ, ഒരിടത്ത് നിൽക്കാൻ വയ്യ, ചെയ്യുന്ന നല്ലൊരു തണലുണ്ട്. ഒന്നും പറയാല്ല, ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വാഴയിലയിൽ എടുത്ത് ഈ മരിച്ചും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. നീ കണ്ടി 2 കോട്ടായിട്ട് നടുവൊന്ന് പിളക്കണേ, 4 പേർ കളിക്കാൻ പറ്റും.